ന്യൂസ് 3ലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് ജില്ലയിലെ സ്കൂളുകളിൽ വിവാദമായി തെരഞ്ഞെടുപ്പ് സർക്കുലർ. രക്ഷിതാക്കളുടെ വോട്ടുറപ്പിക്കാൻ കുട്ടികൾക്ക് നിർദ്ദേശം. വിവാദമായതോടെ സർക്കുലർ പിൻവലിച്ച ജില്ലാ കളക്ടർ. സിഎഎയിലൂടെ മുസ്ലിങ്ങളെ രണ്ടാം തരം പൗരന്മാരാക്കുന്നുവെന്ന മുഖ്യമന്ത്രി. ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യമുണ്ടാക്കിയത് അസിമുല്ല ഖാൻ. മുസ്ലിം ഉണ്ടാക്കിയതുകൊണ്ട് RSS പിൻവലിക്കുമോ എന്ന പിണറായി വിജയൻ. കോൺഗ്രസിന് കുറ്റകരമായ മൗനമെന്നും വിമർശനം. CPIM മതന്യൂനപക്ഷത്തെ കബളിപ്പിക്കുന്നുവെന്ന് MK രാഘവൻ. സംസ്ഥാനത്ത് LDF BJP കൂട്ടുകെട്ടെന്ന കെ മുരളീധരൻ. തൃശൂരിൽ CPIM BJPക്ക് വോട്ട് മറിക്കും. എന്ത് ഡീൽ നടത്തിയാലും വിജയം UDF-നെന്നും കെ മുരളീധരൻ. മലപ്പുറത്തെ 2.5 വയസ്സുകാരിയുടേത് കൊലപാതകമെന്ന ബന്ധുക്കൾ. പിതാവ് ഫാരിസ് പോലീസ് കസ്റ്റഡിയിൽ. കുഞ്ഞിന്റെ ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ വ്യക്തത വരൂവെന്ന് പോലീസ്. കൊല്ലം കൊറ്റംകുളങ്ങര ചമയവിളക്കിനിടെ 5 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. മരിച്ചത് പാറശ്ശേരിയിൽ രമേശന്റെ മകൾ ക്ഷേത്ര. അപകടം വണ്ടിക്കുതിര വലിക്കുന്നതിനിടെ തിരക്കിൽപ്പെട്ട്. നെയ്യാർ റേഞ്ചിൽ കാട്ടുപോത്താക്രമണത്തിൽ വനംവകുപ്പ് ജീവനക്കാരന് ഗുരുതര പരിക്ക്. പരിക്കേറ്റത് വനം വാച്ചർ സുരേഷിന്. മൂന്നാർ ദേവികുളത്ത് വീണ്ടും KSRTC തടഞ്ഞു പടയപ്പ. തൃശൂർ ചേലക്കരയിൽ കാട്ടാന കൃഷി നശിപ്പിച്ചു. IPL-ൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഇന്നിറങ്ങും. പഞ്ചാബ് കിങ്സിനെ നേരിടും. മത്സരം രാത്രി 7:30 ബംഗളൂരുവിന്റെ തട്ടകത്തിൽ.